കരിഞ്ഞുണങ്ങിയ പ്രതീക്ഷകൾ കൊണ്ട് രാത്രി ഏറെ വൈകിയാണ് വല്ലഭൻ ഉറങ്ങാൻ കിടന്നത്. പുലർകാലത്തുള്ള അവ്യക്ത സ്വപ്നങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തുകൂടെ എന്നുള്ള ഭാര്യയുടെ ഉച്ചത്തിലുള്ള ശകാരം കേട്ട് കണ്ണു തുറന്നപ്പോൾ അലസമായി കിടക്കുന്ന പുതപ്പും ബെഡ്ഷീറ്റും കാലുകൊണ്ട് തട്ടിമാറ്റി മെല്ലെ കട്ടിലിൽ എണീറ്റിരുന്നു. എന്തോ തീരുമാനിച്ചെന്നവണ്ണം പെട്ടെന്ന് പുറത്തിറങ്ങി ദിനചര്യകൾ പൂർത്തിയാക്കി ഭാര്യയുമായി കലഹിച്ച് 500 രൂപ തന്ത്രത്തിൽ തട്ടിയെടുത്ത് ഒരു ഭാണ്ഡക്കെട്ട് നിറയെ തുണിയും വാരിക്കെട്ടി തൻ്റെ തേപ്പ് കടയിലേക്ക് വല്ലഭൻ യാത്രയായി. അതും കൊടുത്ത് അടുത്തുള്ള ഹോട്ടലിൽ കയറി മാന്യമായി ഭക്ഷണവും കഴിച്ച് അടുത്തുള്ള വെട്ടിക്കടയിൽ നിന്ന് ഒരു പാക്കറ്റ് 160 രൂപ കൊടുത്ത് സിഗരറ്റും വാങ്ങി അതിലൊരെണ്ണം കത്തിച്ച് എരിഞ്ഞങ്ങനെ നിൽക്കുമ്പോഴാണ് ലോട്ടറിക്കാരൻ വരുന്നത്. അതിൽ നിന്ന് നല്ലൊരു നമ്പർ ലോട്ടറിയും എടുത്ത് അലഞ്ഞു തിരിഞ്ഞ് ഉച്ചയ്ക്ക് മാന്യമായി ഭക്ഷണവും കഴിച്ച് വൈകുന്നേരമായപ്പോൾ ബാക്കിയുള്ളതിന് 2 എണ്ണം അടിച്ച് രാത്രിയായപ്പോൾ വീട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ പകൽ മുഴുവൻ എരിഞ്ഞടങ്ങിക്കൊണ്ടിരുന്നു. തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആ പകലിൽ എരിഞ്ഞടങ്ങുകയും ചെയ്തിരുന്നു. ആവറേജ് മലയാളി ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥാനമാണിത്.